ഗൈസ്, അപ്പോൾ വെൽക്കം ടു അവർ യൂട്യൂബ് ചാനൽ രംഗൻ ഗെയിമേഴ്സ്. ഓക്കെ, അപ്പോൾ നേരത്തെ കഴിഞ്ഞ പാട്ട് ഒരു മണിക്കൂർ 2 മണിക്കൂർ ഇട്ട വീഡിയോ, ഇതിൻ്റെ പാർട്ട് 2 ഇന്ന് തന്നെ ഇടാൻ വിചാരിച്ചു. അപ്പോൾ പിയാനോ മാജിക് സ്റ്റാർ 4 അത് ഷെറിനാണ് കളിക്കണേ. ഓക്കെ, അപ്പോൾ അവനെ കൊടുക്കാം. നേരത്തെ ഞാൻ 4 ആഡിലാണ് തീർത്തത്. ഇവനിപ്പോൾ എത്ര ആഡിൽ തീർക്കുമെന്ന് നിങ്ങൾ കമൻറ്റ് ചെയ്യണം. നമുക്ക് എല്ലാവരും എമ്പുരാൻ കണ്ടായിരുന്നോ? ഞങ്ങളിനി വെനസ്ഡേ കാണും. നിങ്ങൾ എന്നാ കാണണേ നിങ്ങൾ പറയണേ. അപ്പോൾ ഇവന് ഇഷ്ടമുള്ളൊരു സോങ് ഇടാൻ പോണേണ്. അതിന് ഈസി ആയിട്ടുള്ളത് തരണേ. ഡാൻസ് മങ്കി. എമ്പുരാൻ കണ്ടവര് ഒന്ന് കമൻറ്റ് ചെയ്യണേ. എങ്ങനെ ഉണ്ടായിരുന്നു പറയണ്ട. ഒരുമിച്ച് ഞാൻ പറയാൻ പോയി. ഇനിയുണ്ടെന്ന് പറയണോ ഗൈസ് കമൻറ്റ്. ഞാൻ എത്ര പേര് തിരക്കാം. ഒടുക്കട്ടെ സ്പീഡിൽ ഭയങ്കര ഈസി ആയതുകൊണ്ട് ഇവർ ചിലപ്പോൾ ഒരു ആഡ് പോലും ഉണ്ടാവില്ല. ഞാനൊരു നോർമൽ എടുത്തോണ്ടിരിക്കും. ശരിക്കും നിങ്ങൾ നോർമലോടെ കളിക്കേണ്ടത്. ഞാൻ നോർമൽ കളിച്ചുകൊണ്ട്, പക്ഷെ എനിക്ക് അതുപോലെ കളിക്കാൻ പറ്റൂല. ഒറ്റ വർഷത്തിൽ ഞാനൊരു സ്റ്റാർ എടുത്തു. ഒരു വർഷം പോലും വന്നിട്ടില്ല. ഗുഡ് എയർലി പെർഫെക്റ്റ്. മൊത്തം എയർലിയാണ് എയർലിയെങ്കിൽ എയർലി പെർഫെക്റ്റ് എടുക്കാൻ പറ്റുന്നില്ല. ഗ്രേറ്റ് ഒക്കെ കിട്ടിക്കൊണ്ടിരിക്കണേ. നിങ്ങൾക്കൊരു ചലഞ്ച് ഉണ്ട് കേട്ടോ. നിങ്ങൾ ഈ ഗെയിം കേട്ടിട്ട് നിങ്ങൾ എത്ര പൈസ കൊണ്ട് തീർത്തെന്ന് പറയണം കേട്ടോ കമൻറ്റിൽ. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തൊരു സബ്സ്ക്രൈബ് ചെയ്ത് വേഗം പോയി 2 സ്റ്റാർ. ഞാൻ 3 സ്റ്റാർ എടുത്ത് 3 സ്റ്റാർ ഇട്ട് ഒരു ആഡ് ഉണ്ട് ബ്രേക്കാ. പക്ഷെ അത് കിട്ടൂല നമ്മളാരും. അത് കേട്ടില്ല. ഓക്കെ, അടുത്ത് കിങ് അൽച്ചേരിയും കൂടെ സ്പീഡ് ഉണ്ടാവും. ഞാൻ കിങ് എടുക്കാൻ പറ്റുമോ നോക്കാം. ഒറ്റപ്പടിച്ച പോലും വരാണ്ട്. ഗുഡ് എന്നിട്ട് കളിക്കാൻ ഒരു കിങ് കിട്ടി. ഒരു പരസ്യം പോലും വരാണ്ടാണ് ഞാൻ കിങ് എടുത്തത്. ഭയങ്കര ഈസി അല്ലേ? കിങ്ങും കൂടെ കിട്ടാനുണ്ട്. അപ്പൊ ഭയങ്കര സ്പീഡായിരിക്കും. ഇതുവരെ ലാസ്റ്റത്തെ കിങ്ങിന് ഇച്ചും കൂടെ സ്പീഡ് ഉണ്ട്. ഭയങ്കര സ്പീഡല്ലേ? ഇതാണ് ഞാൻ എക്സ്പേർട്ട് കളിക്കണം. ഒരു പൈസയും മാത്രമേ വേണത്തുള്ളൂ. ഞാൻ 4 വർഷമൊക്കെ എടുത്തു. കാരണം ഞാൻ നോർമലാണ് എടുത്തത്. ഇവന് ഭയങ്കര ഈസി എടുത്തോണ്ടാണ് ഇവന് ഇത്രയും. ഭയങ്കര ഈസി അല്ല, വെരി ഈസി അല്ല, നോർമൽ ഈസി ആയിരുന്നു. ഈസിയാണ് എന്തായാലും. അതുകൊണ്ട് എന്ത് അല്ലെങ്കിൽ ഞാൻ ജയിച്ചനെ. വളിച്ച് പഠിച്ചേ. സ്പീഡ് ഭയങ്കര സ്പീഡായിരിക്കും. എനിക്ക് പേടി. ഇപ്പൊ തന്നെ വരും. എത്തി. പാട്ട് മാത്രം സ്പീഡുള്ള, പിന്നെ സ്പീഡില്ലല്ലേ? സ്പീഡ് കുറച്ച് സ്പീഡാണ്. അത് 2 പരസ്യം. ഇനി ഞാൻ 2 പഠിച്ച പോലെ എടുത്താൽ ബംഗാളിമാരി
അമ്മാരി ബംഗാളി പഞ്ചാബ് BCD നോക്കാം ഇതൊക്കെ വലിച്ച പഠിച്ച എൻ്റെ പൊന്നോ ഇത്ര രൂപ മനസ്സിടാ എക്സ് പഠിച്ച് കിട്ടുമ്പോ ചമ്മിപ്പോയി. ഷീൽഡൊക്കെ ഉണ്ട് നമ്പർ 2 വർഷത്തിനാണ് കേൾക്കാൻ പോകുന്നത്. പിന്നെ ഏർലി ബോർഡ് അതുകൊണ്ട് തന്നെ ഏർലി ഇപ്പം കുറ്റണ്ടിരിക്കണം 3 അയ്യോ എനിക്ക് പേടിയാട്ടോ വയ്യ. 4 തോപ്പിക്കോ 4 രസമുള്ള സെയിം ആകുമെന്ന് സത്യം. എനിക്കാന്ന് ഇവൻ തോക്കണം ഞങ്ങളുടെ സെയിം ആവണം. ഇതാണ് ഞാൻ നോക്കണത്. ആവശ്യം ഓക്കെ ആഡ് ടു 2 ആടും കൂടെ ഉണ്ട്. എന്ത് ഗെയിമാണ് വലിച്ച ഗെയിമാണ്. കിങ്ങാന്ന് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. ഇത് നമുക്കൊരു കറാനൊക്കെ നമുക്ക് വെറുതെ സിനിമയാ എന്തെങ്കിലാട്ടെ. ഞാൻ തോറ്റ് കായ്സ്. നമ്മൾ എന്തായാലും സെയിം ആണ്. എനിക്ക് ഈസി വിളിച്ചിരിക്കാൻ പറ്റുന്ന ഞാൻ എന്ത് വിളിച്ചതാ. ഈസി ഒന്ന് കഴിക്കാൻ പറ്റുമെന്ന് പറഞ്ഞ ആർക്കാണ് നിന്നെ മുട്ടെറിയും. അല്ല അത് സ്റ്റാർ മാത്രം തപ്പോലെ ഈസിയില്ലേ. അതോട് ഈസി എടുക്കാൻ പാടില്ല. വീണ്ടും വന്നു സെയിം. ഇയാള് ഈ കൈ എന്ത് പയ്യപ്പേ ചെയ്യാം. നമ്മളാണെങ്കിൽ ചെറുപടി എന്ന് പറഞ്ഞ് തീർത്ത് എല്ലാം കഴിഞ്ഞാൽ രാജാവ് രക്ഷിച്ചേനെ. ഓക്കെ നമുക്ക് ആഡ് സ്കിപ്പ് ചെയ്യാം. ഊതാൻ വന്നില്ലായിരുന്നു. പാട്ടിന് മാത്രം സ്പീഡ് തോന്നുന്നുണ്ട്. പക്ഷെ ഇത് ഇന്നത് കളിക്കാം. ഇതന്നെ ഉണ്ട് സ്പീഡ്. ഞാൻ 4 വർഷം തീർത്തടാ. 2 മണിക്കൂർ മുന്നിട്ട പാർട്ടാണ്. അതേ ദിവസം തന്നെ ഇട്ടു ഞാൻ. ബംഗാളി പാടുന്നത് അയ്യോ വേണ്ട. ഇയാളുടെ ശബ്ദം കണ്ട ഊബർ. നെക്സ്റ്റ് നമ്മൾ കളിക്കാൻ പോകുന്നതാണ്. ഓക്കെ നമുക്ക് അടുത്ത ഗെയിം റേറ്റ് ഒന്നും ചെയ്യണ്ട. നമുക്ക് പേപ്പർ ആയി 2 കളിക്കാം. നമ്മൾ കുറേ ക്ലിക്ക് ഇന്നത്തെ കുറേ ഹാക്കൊക്കെ ഉണ്ട്. പക്ഷെ ഞാൻ ഓൾറെഡി ചെയ്ത് കഴിഞ്ഞു. പക്ഷെ നിങ്ങൾക്ക് പറഞ്ഞു പോകും. ഞാൻ ബ്ലൂ ടീം റെഡ് ടീം ഇതൊക്കെ കളിക്കണേ. നമുക്ക് കിട്ടിയ രണ്ടാമത്തെ എന്തായിരിക്കും? ഡയമണ്ട്. മൂന്നാമത്തെ എന്തെങ്കിലും ഒരു റെയർ ആയിട്ട് ഐറ്റം. സ്പെഷ്യൽ ഇതെന്താണ്? സ്പെഷ്യൽ സ്കിൻ എന്തായിരിക്കും? അതിനകത്ത് എന്തായിരിക്കും? വിച്ച് മന്ത്രവാദം കിട്ടി. ഞാൻ കളിക്കാത്ത ഫസ്റ്റ്. ഞാൻ റേസ് ഇല്ല. റേസാണ്. ഏത് ഈ ബ്ലൂ ടീം വേണം. ബാറ്റിൽ റെഡ് തോപ്പിക്കണം. നീ ചാവരുത്. പക്ഷെ പറഞ്ഞോളൂ. ഞാൻ കളിച്ച് കാണിച്ചിട്ട് നീ കളിച്ചാൽ പോരുന്നുണ്ട്. സ്കിപ്പ് ചെയ്യാം. അറിയാൻ ഈ കളിച്ച് ചെയ്യുമ്പോൾ എനിക്ക് തോന്നുന്നു. ഞാൻ കളിച്ച് കാണിച്ചിട്ട് കളിക്കണ്ടേ? ഞാൻ കളിച്ച സുക്കോ റെഡിനെ കൊല്ലണം. ഈ റെഡിനെ കൊന്ന് നമ്മൾ റെഡിനെ കൊല്ലം. നമ്മൾ ബ്ലൂ ആണ്. ഈ ഫുള്ള് ഈ മാപ്പ് താരം ഒരു മാപ്പ് ഉണ്ട്. ആ മാപ്പ് ഒരു വഴിയുണ്ട്. ഇതങ്ങ് ചുറ്റി കറക്കിയാൽ മതി. ആ റെഡിനെ അങ്ങ് കൊല്ലാം. പിന്നില്ല ഞങ്ങളുടെ കളി. ഇവിടെ ഇനി അടുത്ത കുറേ കിട്ടും. നമുക്ക് 2 പേരെ കിട്ടിയിട്ടുണ്ട്. അയ്യോ എനിക്ക് പേടി. എനിക്കൊന്ന് ബ്ലൂ തന്നെ ജയിക്കും. നമ്മളെ ജയിക്കും. അവിടെ ഒരു ഇതുണ്ട്. നമുക്ക് അങ്ങോട്ട് പോവാം. സബ്സ്ക്രൈബ് ലൈക്ക് ഷെയർ ചെയ്യണം. പറയണം. അത് ചാപ്റ്റർ 1 പറഞ്ഞല്ലേ. എന്താ ചെയ്യാൻ പുറകിലാരാണ് നമ്മുടെ അവരെ നമ്മൾ കൊന്നു. അപ്പോൾ അവർ നമ്മളുടെ ആത്മാവായിട്ട് നമ്മൾ പുറകെ നിൽക്കണേ. 2 റെഡും ഉള്ളു കേട്ടോ.
3 ബ്ലൂ ഉണ്ട്. മാപ്പിൽ കൂടെ കാണാൻ പറ്റും. ബ്ലൂ തന്നെ ജയിക്കും. എന്താ അവരവിടെ ചെയ്യുന്ന റെഡുകൾ അങ്ങോട്ടേക്ക് പോവാൻ തോന്നുന്നു. ഇവിടെ ഒരു സാധനം കണ്ടപ്പോൾ അങ്ങോട്ട് ചെല്ലാം. റെഡങ്ങെടുത്തേക്കാം. ചത്തത്തില്ല അത്. അവരവിടെ എന്താ ചെയ്യണേ? എന്തോ ചെയ്യും. 2 പേരുള്ളൂ. 3 ബ്ലൂവും 2 റെഡും. അവരങ്ങ് കൊന്നെല്ലാം കഴിഞ്ഞു. അവരെങ്ങോട്ട് എനിക്കിങ്ങനെ പയ്യെ പോകാൻ പറ്റുള്ളൂ. കാരണം എങ്ങാനും അവരിങ്ങനെ വന്നാൽ അറ്റാക്ക് ചെയ്യാനായിട്ട്. ഇത് അവർ അവിടെ സ്റ്റക്കായിട്ടിരിക്കണേണ്. എനിക്ക് അങ്ങോട്ട് പോകാൻ പറ്റില്ല. ഞാൻ ജയിച്ചു. ഇത് ഞാൻ സാധാ ഗെയിം കളിക്കുന്നത്. ഇത് ഞാനൊരു എവിടെയുണ്ട് സ്കിപ്പ്. ഇനി ഇവന് ടീം ബാറ്റിലുണ്ട്. ഇവന് സാധ്യത കൊടുക്കാം. എന്താക്കണം? കളിച്ചോ. അവൻ വന്ന് കൊല്ലുന്നില്ല. ഇവിടെ പോയി ചത്ത് അവരെ കണ്ടിട്ട് പോലും കാണുന്നില്ല. എനിക്ക് ഭയങ്കര ദാസമാണ്. ഇനി നമ്മുടെ നെക്സ്റ്റ് ഗെയിമിലോട്ടാണ്. ഓക്കെ, പിന്നെ ഒരു പ്രാവശ്യം കൂടെ കൊടുക്കാം ചാൻസ് അല്ലേ? ഓ പ്രാവശ്യം 2 സ്ഥലത്ത് എടുത്ത. ഓരോത്തിനൊക്കെ ഒന്നല്ല ശരൻ. ഭയങ്കര ഭയം ഉണ്ടായിരുന്നു. അല്ലെങ്കിൽ ഇപ്പൊ ജസ്റ്റ് പോയേനെ. ആ ബ്ലൂവിനെ കൊല്ല അല്ലേ? ബ്ലൂവിനെ തീർത്തേക്കാം. ശരണ കിരീടൊക്കെ കിട്ടിയല്ലോ. ഓ ശരണാണ് ഇതില് ഫസ്റ്റ്. ഭാഗ്യം. ഓ ഇങ്ങനെ മാപ്പ് നോക്കി ഫുള്ള് പേർപ്പിള്. സൂപ്പർ കേട്ടോ. എത്ര ആത്മാവ് നമ്മൾ പുറകെ നിൽക്കണ നോക്കിക്ക്. 3 കീ എടുത്തു ശരൺ. ഇനി 2 കീയും കൂടെ വേണം അല്ലേ? അതെ ഞാൻ കണ്ടത്. അയ്യോ എടുത്തു. ഇനി ഒരു പിങ്കും ഞാനും കൂടെ ഉള്ളു. അവനെങ്ങനെയെങ്കിലും കൊല്ലണം. ഓക്കെ കൊന്നു. യെസ്, ഞാൻ ജയിച്ചു. ഇനി എന്തിനാ? ഇനി നമുക്ക് ഫുള്ളങ്ങ് ചെയ്യാല്ലേ. ഇങ്ങനെ പോയി ജയിക്കും ഞാൻ. അങ്ങനെ ജയിച്ചു. ഇനി അങ്ങോട്ടാ ശരൺ ഇതൊക്കെ ചെയ്യും. എന്തായാലും ഞാൻ ജയിച്ചു. എന്നോടാ കളി. ഭാഗ്യം കൊണ്ട് ജയിച്ചത്. ഓക്കെ, ഇവൻ സന്തോഷിക്കാൻ വയ്യ. അതുകൊണ്ട് ചെന്ന് നിൽക്കാൻ പറഞ്ഞു. നിൽക്കാനും വയ്യ. ഓക്കെ, എന്ത് നമുക്ക് കിട്ടി? എന്താണ് ഒരു സ്കിൻ കിട്ടണം. എനിക്ക് സ്കിൻ പള്ളിയിൽ പോയി പറഞ്ഞാൽ മതി എന്ന് പറയണം. എൻ്റെ സ്കിന്നൊന്നും കിട്ടില്ല ഗൈസ്. ഇനി നമുക്ക് അടുത്ത ഗെയിം. നമ്മളുടെ ഇത് കംപ്ലീറ്റ് ആയി. ഇത് ഏതൊരു കൺട്രി നമുക്ക് കംപ്ലീറ്റ് ചെയ്ത്? സൗത്ത് അമേരിക്ക കംപ്ലീറ്റ് ചെയ്തു. സൗത്ത് അമേരിക്കയിലത്തെ ഏതൊരു ഭാഗം. ഓക്കെ, നമുക്കിനി അടുത്ത് ഈ ഭാഗം എടുക്കാം. ചെറിയ ഭാഗം. ഗെയിം കളിക്കാൻ പോകുന്നത്. ഇത് നമുക്ക് എല്ലാവരും അതിനാണ് ആഗ്രഹിച്ചിരിക്കുന്നതെന്ന്. ഇത് ഏത് കൺട്രിയാണ് ഗൈസ്? നിങ്ങൾക്കറിയോ? ഇതിപ്പോൾ കളിക്കണ ചേച്ചിയാണ്. ഇത് ഞാനായിരിക്കും കളിക്കണം. ഇപ്പം ഞാനാ കളിക്കണേ. അവനെ കൊല്ലാൻ വേണ്ടി ജയിച്ചതായിരുന്നു, പക്ഷെ നടന്നില്ല. ബട്ട് നോ പ്രോബ്ലം. നീയായിരുന്നേ. അവിടെ ഞാൻ മാറി. അടുത്തത് ശരണ്യ കളിക്കും.
ഓക്കെ, ഇത് ഏത് കൺട്രി ഗൈസ്? ഒരു നീലയും ചുവപ്പും 2 സ്റ്റാറൊക്കെ ഉണ്ടല്ലോ. നിങ്ങൾക്ക് മനസ്സിലായത് എന്ത് കൺട്രിയാന്ന് കമൻറ്റ് ചെയ്ത്. ഇത് എന്ത് ഫ്ലാഗാണ്? ഡോട്ടർ ചത്ത്. നീ നിന്റെ ബാക്കിൽ തന്നെ നീ കൊള്ളിക്കാൻ പാടില്ല. അങ്ങനെ ഉണ്ടായിരുന്നു മനുഷ്യൻ അറിഞ്ഞിട്ടില്ലായിരുന്നു. നീ വീണ്ടും പറ, നേരത്തെ ഞാൻ പറഞ്ഞതല്ലേടാ അവിടെ കൊള്ളിക്കരുതെന്ന്. ഒന്ന് ഞാൻ ട്രൈ ചെയ്ത് വേഷം കൂടെ കാണിച്ചെടുക്കാം. അതെ, ചെയ്ത് കൊടുക്കാം. വേഗം പോ. അവനും നിന്റെ മേത്ത് പോകുന്നു. എടുക്കിട്ട് മറന്നു പോകുന്നേ ഗൈസ്. നേരത്തെ എങ്ങനെയാ ജയിച്ച് കഷ്ടപ്പെട്ട്. അത് ചക്ക വീണത് മേലപ്പാന്ന് ഏത് കൺട്രിയാണ്? ഞാൻ താങ്ക്സ് അങ്ങനെ അടിച്ചു കൊടുത്തു. വേഗം പോ. എവിടെ ഇവിടെ കൊള്ളിക്ക്. ഓക്കെ ഗൈസ്, നമുക്കിന്നെ അടുത്ത ഗെയിം. നിങ്ങൾ ആഗ്രഹിച്ചിരിക്കുന്ന ഗെയിമാണെന്നാണ് എനിക്ക് തോന്നുന്നത്. നെക്സ്റ്റ് ഗെയിം. പക്ഷെ ആ ഗെയിമിൽ ഞങ്ങൾ ന്യൂബാണ് ഗൈസ്. ഗ്രാനിയാണ്. നമുക്ക് 4 ഗ്രാനി വെച്ച് കളിക്കാൻ പോകാം. പക്ഷേ ഞങ്ങൾക്ക് ഗ്രാനി ഇല്ലാതെ കളിക്കാനേ പറ്റുള്ളൂ. പ്രാക്ടീസ് മോഡ് വെച്ച് കളിക്കാൻ പറ്റും. ഇത് മാത്രം പ്രാക്ടീസ് മോഡ് വെച്ച് കളിക്കാം. ഞങ്ങൾ എത്ര ശ്രമിച്ചിട്ട് 1 പോലും ജയിക്കാൻ പറ്റിയിട്ടില്ല ഗൈസ്. എന്നാലും ഞങ്ങൾ ശ്രമിച്ചു നോക്കാം. അപ്പാനോടാ കളി. ഞങ്ങോട്ട് കാണിച്ച ഗ്രാനി വെച്ചാൽ തോപ്പിച്ച് കാണിച്ചു തരാം. വാജ് കളിച്ച കണ്ണം വണ്ണം പോകുന്ന അർത്ഥം. വല്ല പോലൊക്കെ നടക്കുള്ളൂ അല്ലേ? ഭയങ്കര വലിയ വാചകം അടിച്ചിട്ട് പറയണേ. എന്തെങ്കിലും ഇപ്പം ഞങ്ങൾ 2 വാചകം കളി അവൻ്റെ മനസ്സിലാ വെച്ചാലും ഇവൻ കളിക്കാന്ന് പറഞ്ഞേക്കണം ഫസ്റ്റ്. ഇവൻ ജയിക്കുന്ന ഇവന്റെ ഇത് പറയണത് നോക്കാം. ഇവൻ ജയിക്കും തോക്കും. ഒരു ഗ്ലിച്ച് ഉണ്ട്, ഗ്ലിച്ച് ചെയ്താലോ? ഗ്ലിച്ച് സൂപ്പറാണ്. നമുക്ക് ഫസ്റ്റ് തന്നെ ഞാൻ ചെയ്യാം. തള്ളിയിട്ടാ മതി. നമുക്ക് ഈ നമ്മളുടെ കട്ടിന്റെ അടുത്ത് തന്നെ ഇങ്ങനെ ഇരിക്കാം. അമ്മച്ചി വരുന്ന ചിലപ്പോൾ ഇത് വർക്കാവും, ചിലപ്പോൾ ഇത് വർക്കാവില്ല. അങ്ങനൊരു ഇതിലാണ് ഈ ഗ്ലിച്ച്. നിങ്ങൾക്ക് ചിലപ്പോൾ അറിയായിരിക്കും, ചിലപ്പോൾ അറിയില്ലായിരിക്കും എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ഓക്കെ കുഞ്ഞി കണ്ടോ നമ്മളെ ഗ്രാനി കുഞ്ഞവിടെ ഇരിക്കണ കണ്ടില്ലേ? ഗ്രാനി മോള് എന്തെങ്കിലും ചെയ്യാനുണ്ടാ? ഇപ്പം മോതിട്ടടിക്കാൻ തോന്നുന്നുണ്ടാ? ഇല്ല മോള് പൊയ്ക്കോ, എനിക്ക് നടക്കാൻ പറ്റും. കോഫി വരെ തരാം. ഇവിടെ അപ്പം നമുക്ക് നമ്മളെ പണിക്ക് നടക്കാം. ഇവിടെ എന്തെങ്കിലും ഉണ്ടാകും ഉള്ളുവെന്നറിയാം. ഞാൻ നോക്കാം. പിന്നെ നമ്മളെ കയറ്റിയിട്ട് പറയണ ഗ്രാനി നമ്മളോട് പോവാൻ. ഇപ്പം നമ്മൾ തന്നെ ആയിരിക്കും കയറിയത്. ഗ്രാനി മോൾ അവിടെ നമുക്ക് വാലടച്ച് വെക്കാം. കക്കൂസക്കകത്ത് എന്തെങ്കിലും ഉണ്ടാവോ? എന്തുണ്ട് ഇവിടേക്ക് എന്തെങ്കിലും ഉണ്ടാ നോക്കൂ. ഇവിടെ ഇവൻ കളിക്കുമ്പോൾ എൻ്റെ കൈയാണ് വേനെടുക്കുന്നത്. കാരണം ഇവൻ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കൂല. അതുകൊണ്ട് ഞാൻ എൻ്റെ കൈ അങ്ങോട്ട് തിരിയെന്ന് പറയുള്ളൂ. കൈ ഇങ്ങോട്ടൊക്കെ കാണിക്കണം. കാറ് ഇവിടെ അല്ലാടെ കാറ്. ഞാൻ കുഴപ്പമില്ല. നീ എന്തെങ്കിലും നോക്കും. എന്തെങ്കിലും തപ്പിയതാണ്. കാർ സ്ഥലം മറന്നു പോയല്ലേ ദൈവമേ. ഭയങ്കര ഇവ മാത്രമേ ഞങ്ങളും അല്ല ഞാനും എന്നെ കുറ്റം പറയാൻ വേണ്ടി വരുന്നത്. താരട്ടോ അല്ലെങ്കിൽ ഇവിടെ ഡ്രോയർ ഒന്ന് തുറന്നേ. ഇപ്പം ഞാനുണ്ടോ കളിക്കണേ ഗൈസ്? കറി പിന്നെ നന്നിട്ട് കളിക്കണ എനിക്ക്. ഞാൻ കളിച്ചാളാ ഒന്നുമില്ല. കുറേ വായു കിട്ടിയിരുന്നു. ശ്വാസം മുട്ടിച്ചാവണയാണ് ഈ വീട്ടിൽ. അതായത് ഇവർക്ക് അറിയില്ല. നമ്മളിപ്പോൾ ഇവിടെ ജയിക്കണ വരെ ഇത് കളിക്കാട്ടോ. ഇവിടെ അല്ലടെ കാറ്. എനിക്കറിയാമല്ലോ എവിടെയാന്ന്. അവിടെ തന്നെ പോണേ. കിട്ടിപ്പോയി. വേഗം തിരി. ഇവിടെ അങ്ങോട്ടല്ല ബാക്കിലോട്ട് പോകാം. ഇവൻ കളിക്കുമ്പോൾ ഒരു രസമില്ല ഗൈസ്. എനിക്ക് തന്നെ ദേഷ്യം പോയി. നമുക്കെന്നെ മുടച്ചിട്ട് വെപ്പൻ കീ ഇത് കിട്ടിയിട്ട് കാര്യമൊന്നുമില്ല. കാരണം നമ്മൾ ഗ്രാനീനെ അവിടെ കൊന്നിട്ടുണ്ടല്ലോ. അല്ല കൊന്നല്ല, ഇവിടെ സ്റ്റക്കായി കിടക്കണേണല്ലോ. ഞാൻ കുറേ നേരം ഒന്ന് എക്സസൈസ് ചെയ്യട്ടെ. കാരണം വണ്ണൊക്കെ ഒന്ന് കുറക്കട്ടെ. അതുകൊണ്ടാണ് നമ്മൾ ഒരു കാര്യം ചെയ്യാം, ഉണർത്തിയേക്കാം. അപ്പം നമുക്ക് ഈ കീ ഇവിടെ നിന്ന് ഇട്ടേക്കാം. കാരണം നമുക്ക് കാർ ബാറ്ററി ഒന്ന് കൊടുക്കൊണ്ട് ഇവിടെ അങ്ങ് ഡ്രോപ്പ് ചെയ്തിട്ട് വെക്കാം. നമുക്ക് നമ്മൾ ഉണർത്തിക്കാളാം.
ഒന്നര തലേ കാരണം ഈ വെപ്പം കൊണ്ട് എനിക്ക് കാര്യമില്ല. കാരണം നമ്മളെ എന്താ ഗ്രാനിക്കുട്ടി അവിടെ ഉണ്ടല്ലോ. ഗ്രാനിക്കുട്ടിയല്ല, ഗ്രാനി കൊച്ചമ്മ, അമ്മുമ്മ, തള്ളമ്മ അതവിടെ അങ്ങനെ കിടന്നോളും. നമുക്കിനി പേടിക്കണം. പക്ഷേ റിമോട്ട് ഉണ്ട്. ഏത് റിമോട്ട്? ടി വി റിമോട്ടോ എ സി റിമോട്ടോ? ഏതോ റിമോട്ട്. ഇവിടെ നമ്മൾ കാക്കേൻ്റെ ഇവിടെ എന്താണ്, സ്പൈഡറിൻ്റെ മറ്റേ രക്ഷപ്പെടുന്ന സാധനം. അതൊന്നും നമുക്ക് വേണ്ട. കാരണം നമ്മൾ അങ്ങോട്ടൊന്നും പോവില്ല. പോകാനും കാരണം ഞങ്ങൾക്ക് പേടിയായതുകൊണ്ടാണ്. ഞങ്ങൾ ഫസ്റ്റ് തന്നെ പറഞ്ഞാൽ ഞങ്ങൾ ന്യൂബാണ് ഗൈസ്. ന്യൂബ്. അയ്യോ, ഇങ്ങോട്ടല്ല, മേലോട്ടാണ് പോകണ്ടേ. അപ്പം ഞാനാണ് കളിക്കണേ. കുറച്ചും കഴിഞ്ഞിട്ട് ഞാൻ കളിക്കാം. ചെടി എടുത്താൽ ആ ചെടി എടുക്കുമ്പോൾ എനിക്ക് സംശയം തോന്നുമായിരിക്കും ചെടി ഗ്രാനി വരുമെന്ന്. പക്ഷെ അങ്ങനെ നടക്കില്ല ഗൈസ്. ഇവിടെ നമ്മളുടെ കിണറിൻ്റെ പിടിയുണ്ട്. ഇവിടെ ചെടി അല്ലാണ്ട് വേറെ ആരെങ്കിലും ഇല്ലേ? ചെടി ആവശ്യമുണ്ട് നമുക്ക്. ഇവിടെ നമുക്കിവിടെ കാക്കയ്ക്കിട്ടൊരു പണി കൊടുക്കേണ്ട ആവശ്യമില്ലല്ലോ. ശരിയാക്കി കാക്കയ്ക്ക് അവിടെ നമുക്ക് വേണ്ട സാധനമല്ല അവിടെ കിടക്കുന്നത്. നമുക്ക് വേഗം പോയി മറ്റേ സ്കൂട്ടർ ഡ്രൈവർ ഇവിടെ നമ്മളുടെ ഇവിടെ ഉണ്ട്, നമുക്ക് തള്ളിയിടാം. എന്നിട്ട് സ്ക്രൂ ഡ്രൈവർ നമുക്ക് ഗ്രാനിമോൾ ഇപ്പോൾ എപ്പോഴും അവിടെ തന്നെ കിടപ്പൊന്നും ഇട്ടാക്കാം. നമ്മൾ പേടിക്കേണ്ട ആവശ്യമില്ല. ചെടി എടുത്തപ്പോൾ ഞങ്ങൾ നോക്കിയിട്ടുണ്ട് കണ്ട ആദ്യ തെറി തന്നെ ലക്ക്. ചെടി എടുത്താൽ പോലും ഒന്നും സംഭവിക്കില്ല. കണ്ണ് ചുമക്ക മാത്രമേ ഉള്ളൂ കേട്ടോ ഗൈസ്. സ്ക്രൂ ഡ്രൈവർ എടുക്കാനേ പാട്. കഷ്ടപ്പെട്ട് എങ്ങനെ എടുത്തു സ്ക്രൂ ഡ്രൈവർ. അവനെപ്പോഴും തുള്ളിച്ചാടി കളിക്കണം ഗൈസ്. അതുകൊണ്ടാണ് ഇരിക്കാൻ സമയത്ത് സ്പെഷ്യൽ കീ, സേഫ് കീ. സേഫ് കീ വെച്ചാൽ എനിക്ക് എന്താ ചെയ്യുന്നത് എനിക്ക് പോലും അറിയില്ല. അതുകൊണ്ട് ഞാനാ കളിക്കണേ. ഈ കുഞ്ഞുപെട്ടില്ല അത്യാവശ്യം ഇത്. നമുക്ക് എന്ത് നമ്മൾ ഡോർ സ്കിപ്പ് ചെയ്യണം അല്ലെങ്കിൽ കാർ സ്കിപ്പ് ചെയ്യണം, രണ്ടും ചെയ്യാം. ലാസ്റ്റ് ഏതാണ് കിട്ടണേ ജയിക്കാൻ പോണ അവിടെ അതിമ്മ കയറി പോവാം. ഇവിടെ വെറുതെ അങ്ങനെ അതും കൂടെ മുറിച്ച് വെച്ചേക്കാം. ഇവിടെ ഇട്ടാൽ മതി ശരിക്കും. നോക്കാം കിച്ചണിൽ പോയി തപ്പണ്ടേ? കിച്ചണിലൊന്ന് പോയി നോക്കാം എന്തെങ്കിലും കിട്ടും. പഠിപ്പിക്കാൻ വന്നേക്കുന്നത് മത്തങ്ങ ഇവിടെ മത്തങ്ങയല്ലേടത്? മത്തങ്ങയല്ലോ പേര് മടുപ്പ് എനിക്കറിയാണ്ട്. കോട് ചമ്മിപ്പോയി. കോടല്ല കാട്. ഇവിടെ പിന്നെ എന്തെങ്കിലും ഉണ്ടോ? ഒന്നുമില്ല. അതൊക്കെ മത്തങ്ങ മുറിച്ചിടാം. എടാ മത്തങ്ങല്ലടാ, മാത്രമല്ല മാസ്റ്റർ കീ. ഡോർ സ്റ്റെപ്പിനാണ് മാസ്റ്റർ കീ കിട്ടി. ഇത് നമുക്ക് അവിടെ കൊണ്ടുപോയി നമുക്ക് ശരിക്കും ഒരു പ്ലാനില്ല ഗൈസ്. ഞങ്ങൾക്ക് ശരിക്കും പ്ലാനില്ല. എന്ത് സ്കെബ് ചെയ്യാൻ ഞങ്ങൾക്കൊരു പ്ലാനില്ല ഗൈസ്. അതുകൊണ്ടാണ് നമ്മൾ അവിടെ കാറിലവിടെ ബാറ്ററിയും കൊണ്ടുപോയി വെച്ചത്. നമുക്ക് നിർത്തിയാല മത്സനി എന്തൊക്കെയാ പറയണേ ഇവൻ. എന്തോ നടത്താം. ഒരു കാര്യം കാണിച്ചു തരട്ടെ ഞാൻ. ഇവിടെ നമുക്ക് നമ്മളുടെ കാർ സ്കേപ്പിൻ്റെ സാധനമുണ്ട്. ഇവിടെ നമുക്ക് ഇവിടെ ഇത് നോക്കിയാൽ നമ്മളുടെ ഡോർ തുറക്കും. അമ്മൂമ്മക്കുട്ടി എന്താണ് അവിടെ ചെയ്യുന്നത്? കണ്ണത്തെ തോന്നുന്ന പെണ്ണും കൊച്ചേ. അമ്മയാ ഛർദിച്ചിടാനാണ് എപ്പോഴും ഇഷ്ടം ആ പെണ്ണും പിള്ളക്ക്. എപ്പോഴും ഛർദിച്ചിടുന്നതാണ് മറ്റേ സ്പൈഡർ കീ. നമുക്ക് സ്പൈഡർ കീ വേണ്ട, കാരണം അങ്ങോട്ട് പോകാൻ ഭയങ്കര പേടിയാണ്. റിമോട്ട് എടുത്താൽ കൊണ്ടുപോകാം ഗൈസ്. അതിന് മുമ്പാത്തര ബുദ്ധിയാ, നല്ല ബുദ്ധിയാണ്. പിന്നെ നമുക്ക് റിമോട്ട് എടുത്ത് എങ്ങോട്ടേന്ന് അവിടെ കൊണ്ടുപോയിടാം. ഇവിടെ നമ്മൾ പെപ്പർ സ്പ്രേ ഉണ്ട്. പക്ഷേ എന്താ വെച്ചാൽ ശരിക്കും ഗ്രാനിന് മൂത്തടിക്കാത്തല്ലേ. പക്ഷെ ഗ്രാനിന് ഇപ്പോൾ വേണ്ട, ആവശ്യമൊന്നുമില്ല. നമുക്ക് വെറുതെ ഗ്രാനിന് മയത്തങ്ങ് പോയി ചൊറിയാം. ഒന്നും സംഭവിക്കില്ല. കണ്ണ് തിരുമടി. ഇവിടെ 5 days, നമുക്ക് 5 ദിവസം ഉള്ളൂ കേട്ടോ ഗൈസ്. പക്ഷെ നമുക്കൊരു 5 days അല്ല, ഒരു ഡേ മതി. കാരണം ഗ്രാനിത്തെല്ലാം അവിടെ സ്റ്റക്കായി കിടക്കണേ ഉള്ളു. ഇവിടെ ഒന്നും ഇല്ലേ.
ഭാഗ്യം കൊണ്ടൊക്കെ രക്ഷപ്പെടും. ഒന്നുമില്ല. പക്ഷേ ഗ്രാൻഡിന് ഇപ്പം വീടുണ്ടായിരുന്നു, ഗ്ലിച്ചിലുണ്ടായിരുന്നു ഗ്രാൻഡിക്കിട്ട്. ഇനി നമ്മളെ പണമായി നോക്കാൻ മറ്റേ സംഭവം എടുത്താലും നമ്മൾ മറ്റേ സാധനം ഉണ്ടായിരുന്നല്ലോ അവിടെ, അത് പോയി എടുത്തോണ്ട് എന്നിട്ട് ഹാമർ ആയാൽ മതിയായിരുന്നു. എഞ്ചിനാണെങ്കിലാ ഹാമർ അല്ലെങ്കിൽ എഞ്ചിൻ അല്ലെങ്കിൽ രണ്ടും കിട്ടിയെങ്കിൽ കൊള്ളായിരുന്നു. കാരണം ഞങ്ങളിപ്പോൾ ഒരു ഇത് കളിച്ചായിരുന്നു, വീണ്ടും കളിച്ചായിരുന്നു നിങ്ങൾ വീഡിയോ ഇടുന്ന മുമ്പ്. അപ്പോൾ ആദ്യമേ നിങ്ങൾ പെട്ലോക്കി കണ്ടുപിടിച്ച് ഒരു അവശതയായി. പെട്ലോക്കിയൊക്കെ കിട്ടുന്നില്ല, പിന്നെ ഞങ്ങൾക്ക് മടിയാക്കി എടുത്ത് വെച്ച് എന്തോരം നേരം ഈ പാട്ടെന്തിനാ വെക്കണത്? ഞാൻ എവിടെ പിന്നെ പൊന്നെ ഒന്നും പറയണ്ട. ഞങ്ങൾ മുക്കുമൂല അരിച്ചു വരക്കിയിട്ട് പോലും കിട്ടിയില്ല ആ സാധനം പെട്ലോക്കി. അതുണ്ടെങ്കിലാണ് കാർ എസ്കേപ്പും ഡോർ എസ്കേപ്പും ചെയ്യാൻ പറ്റുള്ളൂ. കാർ എസ്കേപ്പ് അത് വേണം, അണ്ടർഗ്രൗണ്ട് എസ്കേപ്പിന് അത് വേണ്ട. പക്ഷേ ഏടിയ ആ എട്ടുകാലി വൃത്തിയായിട്ട എട്ടുകാലിനെ കൊണ്ട് തോറ്റു. എന്താണ് ഹാമറല്ല എഞ്ചിൻ. മതി 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 അത്ര മതി. ചമ്മി പോയി. കാർ എസ്കേപ്പിനുള്ള എഞ്ചിൻ കിട്ടി. എഞ്ചിൻ എത്ര സന്തോഷം. നമുക്ക് ഇവിടെ നിന്ന് എന്തെങ്കിലും ഉണ്ടാകും നോക്കി. വലുതായിട്ട് കാർ ഇതും കിട്ടി. നമ്മളുടെ തോക്ക് ഷോട്ട് ഗൺ ഇപ്പം ആവശ്യം പോയി. ഹാമർ എന്തായാലും വേണം. ഹാമർ മറ്റേ കാര്യം നിങ്ങൾക്ക് ഈ ക്ലിച്ച് ഈസിയാന്ന് തോന്നുന്നു കേട്ടോ, യൂസ്ഫുൾ ആണെന്ന് തോന്നുന്നു. കാരണം ഞാനില്ലാണ്ട് പ്രാക്ടീസ് മോഡാക്കി കളിക്കാൻ പറ്റുന്ന അവസരം ശരിക്കും ഇങ്ങനെ ചെയ്യണമെന്ന് ആവശ്യമില്ല. കാരണം ചില സമയത്ത് ചിലവർക്ക് പാളിപ്പോലുള്ള ചാൻസ് ഒക്കെ ഉണ്ട് കേട്ടോ. ചിലപ്പോൾ ആ ഗ്ലിച്ച് വർക്കായാലും ചിലപ്പോൾ ഗ്ലിച്ചൊക്കെ വർക്കാം. നമ്മൾ നെറ്റും ഇരുന്നൊക്കെ കളിച്ചോണ്ടിരിക്കണം. ഞാൻ മുമ്പിൽ ഇരുന്ന് നമ്മളുടെ സാധനമൊക്കെ ഇവിടെ കിട്ടിയായിരുന്നല്ലോ, മറ്റേ തള്ളച്ചിൻ്റെ മുമ്പിൽ അവിടെ. അനന്ത് വളരെ അടച്ചു വെച്ചേക്ക്, വെറുതെ കാണാൻ നിൽക്കാം. വായിച്ചൂല എനിക്ക്. ചേട്ടനാണെങ്കിൽ എന്തൊക്കെ അത് നടക്കേണ്ടതാ, ഒന്നും ചെയ്യില്ലല്ലോ. ചെയ്യുവാണെങ്കിൽ വായിക്കും. അതുകൊണ്ടും വേണം. ഒന്ന് പാറ വെട്ടി അങ്ങോട്ട് മനുഷ്യനൊന്നും പോട്ടെ. നമ്മളുടെ ഓക്കെ അതെടുത്ത് എല്ലാം കൂടി തള്ളിയിടണം. അല്ലെങ്കിൽ ഇത് നമ്മളങ്ങോട്ട് പോകും കൈസ്, തള്ളിയിടാം അങ്ങോട്ട്. എന്തായാലും ഇവിടെ സീക്രട്ട് വരി ഉണ്ടായിട്ട് നന്നായില്ലെങ്കിൽ പാളിപ്പോയാണ്. എനിക്ക് മാത്രമേ പോകാൻ പറ്റുള്ളൂ. ചമ്മ മുമ്പായിരുന്നു നമ്മുടെ കാര്യം അല്ലേ? അയ്യോ ഓക്കെ, ഞങ്ങൾക്ക് സ്പാർക്ക് പ്ലഗ് കിട്ടിയില്ലെന്ന് തോന്നി. ഇവിടെ പോയി ഇങ്ങനെ ഇങ്ങനെ എല്ലാ റെഡും കളയാണ്. അതുകൊണ്ട് ഇവനാണ് ചീനിയത്. ഓക്കെ, ഇത് നമുക്ക് താഴെത്തിടാം. ആവശ്യം മൊത്തം തീർന്നു കിട്ടി. നമ്മളെ കാക്കി ഇവിടെ ഉണ്ടല്ലേ അല്ലേ? ഇത് എവിടെ കൊണ്ടുവന്നോക്കണ്ടേ ഗൈസ്? എനിക്കിതിനെ പറ്റി ഒന്നും അറിഞ്ഞ ഡിസൈനത്തിനെ പറ്റി. ഇത് എവിടെ കൊണ്ടുവയ്ക്കണ്ടേ? കാറിൻ്റെ അകത്താണ്. കാറിൻ്റെ അകത്ത് ഉണ്ട് എന്തെങ്കിലും നോക്കാൻ പോലും പറ്റണ്ട ഗൈസ്. അതിൻ്റെ അകത്ത് അയ്യോ സ്റ്റാർട്ടല്ലേ ഇത്? ഇതിനകത്ത് സ്പാർക്ക് പ്ലഗ് എന്തെങ്കിലും രണ്ടും ഉണ്ട് ചമ്മി ഏറെ ഉണ്ട്. പിന്നെ നമുക്കിവിടെ അണ്ടർഗ്രൗണ്ട് അവിടെ കിടക്കണേ. കണ്ടായിരുന്നു നമ്മളവിടെ നമ്മളുടെ ഇവിടെ സ്പെഷ്യൽ കീ ഉണ്ട് ഗൈസ്. സ്പെഷ്യൽ കീയിൽ അവിടെ നമുക്കൊരു ഗ്ലിച്ച് ഉണ്ട്, അതും കൂടെ നിങ്ങൾക്ക് കാണിച്ചു തരാം. ചിലർക്കറിയാം, ചിലർക്ക് അറിഞ്ഞൂടെ. അറിയില്ലാത്തവർക്ക് പറഞ്ഞു തരാം. അതിലാണ് ഞങ്ങളിവിടെ നിൽക്കുന്നത്. അപ്പോൾ ഗ്ലിച്ച് നമ്മളെ സ്പൈഡർ മോനുസിൻ്റെ അടുത്തോട്ട് പോകണം. അങ്ങോട്ട് താഴോട്ട് വീണേ നിലം പഠിച്ചേനെ. നമ്മൾ ഒന്നും ചെയ്യണ്ട ഗൈസ്, നമുക്ക് അവനൊരു ബഹുമാനം കൊടുത്താൽ മതി. ഇങ്ങോട്ട് അടുത്ത് പോയാൽ ബഹുമാനം ഇങ്ങോട്ട് തരും. അവൻ തിരിച്ചിട്ട് നമുക്ക് ബഹുമാനം തരാതിരുന്നാൽ മതി. വാടാ കണ്ട കുഞ്ഞിനങ്ങ് എണീറ്റാൽ മതി, ബഹുമാനം അങ്ങ് കൊടുത്താൽ മതി. ഒന്നും ചെയ്യില്ല പാവം. ഇതിനു വേണ്ടി നമ്മൾ ഇങ്ങോട്ട് വന്നേ കരപ്പില്ല. നീങ്ങാൻ പറ്റില്ല. അടുത്തോട്ട് പോകണ്ട. അവൻ്റെ നല്ല ബഹുമാനം നമുക്ക് തിരിച്ചിട്ട് കിട്ടും ഗൈസ്. എട്ടുകാലി മോനൂസ് ഇങ്ങോട്ട് വന്നണ്ട കളിക്കാൻ. അയ്യോ ഇല്ല, അനങ്ങാൻ പറ്റുന്നില്ല. അങ്ങോട്ട് പോയി. എങ്ങോട്ടാ പോയത്? തിരിച്ചങ്ങോട്ട് പോയി ഓടിക്കോ. നമുക്ക് അങ്ങോട്ട് പോവാം. കാരണം ഇത് ബേർഡ് സീഡ് നമുക്ക് വേണ്ട. കാരണം നമുക്ക് വേണ്ട സാധനമല്ല അവിടെ ഇരിക്കുന്നത്.
ഇത് വെറുതെ അങ്ങോട്ട് തള്ളി ഇട്ടേക്കാം. പാവം കാക്കയ്ക്ക് ഒരു ഭക്ഷണമെങ്കിലും കൊടുത്തേക്കാം. നമ്മളെപ്പോലെ പട്ടിണി കിടക്കണ്ട. അയ്യടാ ഉളക്കാക്ക നമുക്ക് വേണ്ടി കൊല്ലാൻ കാക്കല്ലേ. ഇതല്ല അങ്ങനെയെങ്കിലും ഒഴിവാക്കി കിട്ടും. കാക്കേ കാക്കേ കൂടെ വിടിയേ, വേഗം ചെയ്യണം. കാക്കേൻ്റെ കൂട് ഇവിടെയാണല്ലോ. ഇത് വെറുതെ അങ്ങ് എടുത്തേക്കല്ലേ. ഇതിനു വേണ്ടി നമുക്ക് കാക്കയാണ് പഠിച്ചങ്ങ ഒന്ന് കളഞ്ഞാലേ. കാക്കേൻ്റെ മുഖത്തോട്ട് അങ്ങ് എറിയാം. അയ്യോ കറക്റ്റ് കാക്കേൻ്റെ മുഖത്തോട്ട് കയറി, പക്ഷെ താഴോട്ട് വീണ് പോയി ഗൈസ്. നമുക്കൊരു കാര്യം ചേച്ചി, നമുക്കില്ലേ കാക്ക, കാക്കേനെ നമുക്ക് ഫ്രീസ് ആക്കാം. കാക്കയ്ക്ക് എന്തോ ഇട്ട് നോക്കായിരുന്നു. നമുക്ക് ഫ്രീസ് ആകൂല. നമുക്ക് കാക്കനെ പിടിച്ചങ്ങ കൊന്നു കളയാം ചേച്ചി. നമ്മളുടെ മറ്റു സാധനങ്ങളൊക്കെ അതവർ താരയാക്കേ. അങ്ങോട്ട് പോയിട്ട് കാര്യമുണ്ടോ? നല്ല ഇങ്ങോട്ട് പോവാം. അല്ല വേണ്ട, അങ്ങോട്ട് തന്നെ പോവാം. എങ്ങോട്ടാ പോകണ്ടേ ശരിക്കും? നമുക്ക് എങ്ങോട്ട് മാസ്റ്റർ കീപ്പ് എടുക്കാനൊന്നായിട്ടില്ല. ഇതവിടെ കോഡ് 1 മറ്റേ സ്പൈഡറിൻ്റെ അവിടെ പോയാണ്ട് എസ്കേപ്പ്. അയ്യോ ഇവിടെ നമ്മൾ നോക്കി, ഇവിടെ നോക്കാം. സ്പൈഡർ അല്ല ബുക്ക്. ഇവിടെ എന്തെങ്കിലും പ്ലഗ് ഇവിടെ അങ്ങ് എടുത്തുണ്ട്. തന്നെ പോയി കണ്ടിട്ട് വന്നാലേ നമ്മുടെ കാറിൻ്റെ അടുത്ത് കൊണ്ടുപോയി വെക്കാം. മറ്റേ ഇതാ ഞാൻ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നത്. കിട്ടി. അവിടെ നമ്മൾ നീ എവിടെയെങ്കിലും കണ്ട ഗ്യാസ് പെട്രോൾ ഇവിടെ നമ്മൾ കണ്ടേന്നല്ലോ. ഇവിടെയൊക്കെ നമ്മൾ കണ്ടു. ഞാനിൻ്റെ അമ്മയാണ് അമ്മയാണ് അതിനെപ്പറ്റി നിങ്ങൾക്ക് അറിയാം. അതിനെപ്പറ്റി നമുക്ക് ഒരു ബുക്ക് ഒന്ന് വായിച്ചു കൊടുക്കാം. ഒരു കാര്യം ചെയ്യാം. പക്ഷെ നമുക്ക് ആ കീ ഒന്നും ആവശ്യമില്ല. എന്നെ വെറുതെ ഇങ്ങനെ കാണിച്ചു തരാൻ ചോദിച്ചു. അമ്മൂമ്മേൻ്റെ അടുത്ത് ഷെയർ മാറ്റി നന്നായി. എന്തായാലും അമ്മൂമ്മ കുട്ടി ബുക്ക് വേണോ? വേണ്ട. എന്നാ അയ്യോ എന്ത് പറ്റിയ അമ്മൂമ്മക്ക്? തള്ളിത്തരട്ടെ? വേണ്ട പോലെ കുഴപ്പമില്ല കേട്ടാ, തള്ളിത്തരാ. വേണ്ടെന്നല്ലേ പറഞ്ഞത്? ചവിട്ടി തള്ളും ഞാൻ. അങ്ങോട്ട് പോ തള്ളേ. ഇവിടെ ഒന്ന് കുച്ചിപ്പുടി കാണിക്കാണ്ട് ഒന്ന് പോടോ. കണ്ടില്ലേ? അയ്യോ തലയിടിച്ച് പാവത്തിന്റെ തലയിടിച്ച്. അയ്യോ ഗ്രാനിനെ വിളിക്കണോ അമ്മേ? അല്ല അമ്മുമ്മേ. നമുക്ക് അമ്മുമ്മയുടെ കാലൊന്നും പിടിക്കേണ്ട ആവശ്യമില്ല. എത്ര പ്രാവശ്യം പറയണം? ഗെയിം തുടങ്ങിയിട്ട് പറഞ്ഞാണ് ഈ അമ്മുമ്മയോട് കാലൊന്നും പിടിക്കണ്ടെന്ന്. പക്ഷെ പിടിച്ചേ പറ്റുള്ളൂ എന്നാണ് ഒറ്റ ഒരു ഇത്. ഞങ്ങൾക്ക് അങ്ങോട്ട് തള്ളി ഇട്ട് കൊടുക്കാം. ഓ അമ്മുമ്മ, അയ്യോ നമുക്ക് പോകാൻ പറ്റില്ല ഗൈസ്. അമ്മുമ്മ ഒന്ന് പോയി തരാം ഇച്ചിരി. നമുക്ക് പോകാൻ പറ്റുന്നില്ല. അയ്യോ ഗൈസ് നമ്മൾ പെട്ടു. ഗ്ലിച്ചടിച്ച് വിട്ട് തന്നെ ഗ്ലിച്ചടിച്ച് വിട്ട്. അമ്മുമ്മ ഒന്ന് നീങ്ങ്. അയ്യോ അമ്മുമ്മ അയ്യോ അമ്മുമ്മേ, ഇനെപ്പോഴാണ് ജീവൻ മഞ്ഞത് അമ്മുമ്മക്ക്? അയ്യോ പാവമ്മ തലയടിച്ച് മരിച്ച്. ആത്മാ ശാന്തി നൽകി. കണ്ട ഈ പിക്ചർ കണ്ട? ഈ അമ്മൂമ്മേൻ്റെ മുറിയാണിത്. അമ്മൂമ്മയ്ക്ക് ദേഷ്യം വന്നിട്ട് പല്ലി കടിച്ചപ്പോ ചോള കളിച്ച് ഒരാളെ തലക്കെട്ട് അടിച്ച് കൊന്ന് ഇടിച്ച് പഠിച്ച് കിഴി കുറേ എന്ന് പറഞ്ഞ് ആ ദേഷ്യം തീർത്ത് ഒരു ഫ്രെയിമാക്കി വെച്ചിരിക്കണേണ് പെണ്ണുമ്പിള്ള. ഞാൻ എപ്പോഴാ അത് എണീക്കണേ? അമ്മൂമ്മേ ഇതാണ് സാധിക്കേണ്ടത്. കാല് പിടിക്കണ്ടെന്ന് എത്ര പ്രാവശ്യം പറയണ ഈ അമ്മൂമ്മയോട്? പറഞ്ഞിട്ടും കാര്യമില്ല. കാല് പിടിക്കണം. ഇടയ്ക്കിടയ്ക്ക് കെട്ടിയൊക്കെ പിടിക്കും. ഇത് കെട്ടി പിടിച്ചണ്ട? കെട്ടിപ്പിടിച്ച അമ്മൂമ്മേ. എന്താ അങ്ങോട്ട് നോക്കിയേ? ഇതിനങ്ങോട്ട് നോക്കണേ? അങ്ങോട്ട് നോക്കണം എന്തിനാണ്? പുഷപ്പെടുക്കണം അമ്മൂമ്മയെ കൊണ്ട്. എന്നും പുള്ളേ. അയ്യോ പെണ്ണും പുള്ള. അയ്യോ എപ്പ എണീക്കും മോളൂസ്? കാലക്കാട്ടുന്നുണ്ടല്ലോ. മാറ്റിത്തരാട്ടോ. ഓഹോ താങ്ക് യു. ഞാൻ ചവിട്ടി കൊന്നു കളയാന്ന. ആ പെണ്ണുമ്പുള്ള ഹോ എന്ന് പറഞ്ഞ കേട്ടായിരുന്നു നിങ്ങള്? ഞാൻ കേട്ടത് തോന്നുന്നു. ഹോ എന്ന് കണ്ടിട്ട്
വേറെ അറിയിപ്പിന്റെ അനുസരിച്ച് ഗ്രാനി മോളെവിടെ വാതിലടുത്തേക്ക് ജോഗിങ് ചെയ്ത് മതിയായില്ലേ ഇനിയും പോണം ഗ്രാനിയെ നമ്മൾ അങ്ങോട്ട് തിരിഞ്ഞാൽ അങ്ങോട്ട് നോക്കും അങ്ങോട്ട് തിരിഞ്ഞാൽ അങ്ങോട്ടും നോക്കും മോളെ നോക്കടാ ചുറ്റുടു 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 വാതിലടച്ചിട്ട് അങ്ങനെ പോകി ഇവിടെ കോപ്പി ഇവിടെ ഒന്നുമില്ല അത് ഇന്നലെ അറിയാൻ വെറുതെ അങ്ങനെ നോക്കാം അയ്യ പല്ലേക്കല്ലേ മണം മഞ്ഞി വാതിലടച്ച് വെച്ചാൽ കലക്ക് വാതിലടിച്ച് കഴിഞ്ഞാൽ വന്നു നമ്മളുടെ കൊച്ചമ്മ ഇവിടെ എത്തിയാ പുഷ്യപ്പെടുത്ത എവിടെ വരെ എത്തി മോളെ മോളെ മാറി നിക്ക് അയ്യേ ഇതാണ് ശ്രദ്ധിക്കേണ്ടതെന്ന് സ്പൈഡറൊന്നും വേണ്ട ഞങ്ങൾക്ക് ഇറങ്ങിപ്പോ തള്ളേനെ ചവിട്ടാൻ പറ്റില്ല ചാടാൻ പറ്റില്ല അതുകൊണ്ട് നമുക്ക് ഇങ്ങനെ കുഞ്ഞിങ്ങനെ ഇടിക്കാം ആ നമ്മളുടെ അമ്മൂമ്മേനെ നിലപ്പതിച്ച് നമ്മൾ ഇടിച്ചിടിച്ച് സ്പൈഡർക്ക് നമുക്ക് ശരിക്കൊന്നും വേണ്ട നമ്മൾ അറിയാം സ്പൈഡക്കെ കിട്ടണമെന്ന് അതുകൊണ്ട് പക്ഷെ നമ്മൾ നോക്കിയില്ല അല്ല അത് നമുക്ക് ഗ്രാനിക്ക് ടെഡിനെ കൊടുക്കാം പക്ഷെ ഹാമർ ഇതുവരെ കിട്ടിയില്ല ഗൈസ് ഇപ്പോൾ ആ ഗ്രാനിൻ്റെ മോന്ത കറുത്ത് അല്ല ചുമന്നിരിക്കണ്ട മോന്തല്ല കണ്ണ് ഗ്രാനിൻ്റെ മോളിലെടുത്ത പ്രശ്നമാണ് കണ്ടില്ലേ പ്രശ്നമല്ലേ ഇത് അല്ലേ ആണു ഇത് വേണോ എന്നാ കയ്യിൽ പിടിച്ചോ ഓ കയ്യിൽ പിടിക്കാൻ പോലും പറ്റില്ലല്ലേ എന്നാ കാലിക്കൊണ്ടേ വെച്ചോട്ടാ ഇത് മോളെ ചവിട്ടണ മോളെ ചവിട്ട അട്ടി ആ ചെള്ളക്കിട്ട് അട്ടി അട്ടി ഇതൊക്കെ ഉണ്ട് കണ്ണൊക്കെ മാറി കണ്ടില്ലേ ഇപ്പൊ അയ്യോ ഇവിടെ ഈ കണ്ണ് കണ്ടില്ലേ വായനകത്തിട്ട് തരാം ആ തിന്നാ ഇത്രയും പെട്ടെന്ന് തിന്നാൻ പാടില്ലട്ടാ ഇങ്ങനെ കണ്ണെവിടെ ആ മനുഷ്യന വീണ്ടും വേണോ ആ പിസ്കൂ തിന്ന് തീർത്ത് കേസ് അവിടെ ഇച്ചിരി നേരം ജോഗിങ് ചെയ്യട്ടെ അവിടെ നമുക്കിനി കുറെ പണിയൊക്കെ ഉണ്ട് എങ്ങോട്ടാ പണി ഹാമറൊപ്പം നോക്കണം ഹാമർ ഇതുവരെ കിട്ടിയില്ല ഗൈസ് നേരത്തെ കിഞ്ചിൻ്റെ അവിടെ ഇരുന്നത് ശരിക്കും എനിക്ക് ഡൗട്ടുണ്ട് നിങ്ങളതൊന്ന് കമൻറ്റ് ഒന്ന് പറഞ്ഞാൽ ഈ പീസൊക്കെ നമ്മൾ അവിടെ കൊണ്ടുപോയി വെക്കുമല്ലോ കാറിൻ്റെ അവിടെ സൈഡിൽ കാറല്ല അവിടെ ഈ ബേസ്മെൻറ്റില്ലേ അത് വച്ചിട്ട് എന്താ നമുക്ക് കിട്ടണ ഇവിടെ കൊണ്ടുപോയി വെക്കും കുറേ പീസ് വെക്കും അത് കഴിഞ്ഞിട്ട് പിന്നെ എന്താ കിട്ടണേ നമുക്ക് എന്തെങ്കിലും വായിൽ തുറന്നോ അല്ലെങ്കിൽ എന്തെങ്കിലും കിട്ടുമോ എന്തെങ്കിലുമൊക്കെ തരുമോ എന്താ ചേട്ടനെന്നൊന്ന് കമൻറ്റ് ചെയ്യണേ അതിനെ പറ്റി ഒന്നും അറിയാതെ നമുക്ക് ഇവിടെ ഇത് ഷോർട്ട് ഗണ്ണെടുത്താൽ കിട്ടും പാവപ്പെട്ട അങ്ങനെ പിടിച്ച് കൊന്നുകളയാ അതാണ് അവിടെ വെക്കേണ്ടത് കാക്കേനോട് അല്ലേ ഈ പാട്ട് എന്തിനാ വെക്കണേ ഞാൻ ഗ്രാനി വരുമ്പോൾ ഈ പാട്ട് വരാറുള്ളൂ ഇപ്പൊ ഗ്രാനി ഇല്ല അവിടെ പെട്ടെടുക്കണം ശരി ആ പാട്ട് ശരിക്കും ഇപ്പോൾ അല്ലേ വേണ്ട കണ്ട അണ്ടർഗ്രൗണ്ടുള്ള വരിയാണിത് അണ്ടർഗ്രൗണ്ടുള്ള വരി അമ്മച്ചി ഇപ്പം ഇങ്ങോട്ട് വന്നേക്കുള്ളൂ ആ അമ്മച്ചി ഇല്ല മറ്റേ സ്പൈഡർ അമ്മച്ചി അയ്യോ ചേട്ടൻ തെറ്റിപ്പോയി ബാക്ക് അടിച്ച് റിവേഴ്സ് എടുത്ത് ഗ്രാനി 4 ആയിട്ടില്ലെന്ന് ഞാൻ വിചാരിക്കണേ നമ്മൾ ഗ്രാനി 3 വരെ കളിക്കും അതുറപ്പാണ് അല്ലേ ചിലപ്പോൾ പാർട്ട് 3 വരാനുള്ള ചാൻസ് ഉണ്ട് ഗൈസ് അത്ര ആ 3 നമുക്ക് അങ്ങനെ എടുക്കാൻ പറ്റില്ല കേട്ടാ 2ക്ക് തന്നെ നിർത്തിപ്പോയില്ലേ അപ്പോൾ ഫൈനൽ പാർട്ട് വരാൻ സാധ്യതയുണ്ട് അല്ലേ വലിയ പവർഫുൾ ലോങ് ഗെയിമാണ് അല്ല പക്ഷെ ഞങ്ങൾക്ക് ലോങ് ഗെയിം അപ്പോൾ ഇതിനെപ്പറ്റി ഞങ്ങൾക്കൊന്നും അറിഞ്ഞൂട ഗ്രാനി 1 പറ്റി ഞങ്ങൾക്കൊന്നും അറിഞ്ഞൂട ഗൈസ് നിങ്ങൾക്കൊന്ന് കളിച്ചിട്ടില്ല ആദ്യത്തെ കളിച്ച് ഞങ്ങൾക്ക് എല്ലാവർക്കും 1 ആണ് ഈസി പക്ഷെ ഞങ്ങൾക്ക് 1 ആണ് ഭയങ്കര ഹാർഡ് പക്ഷെ ഞങ്ങൾ 2ഉം 3ഉം നല്ല വിജയകരമായിട്ട് ജയിച്ചു പക്ഷെ ഈ 1 ഇതുവരെ ജയിച്ചിട്ടില്ല ഗൈസ് എന്താണ് നാണക്കേടല്ല
പക്ഷെ ഞങ്ങൾക്ക് നാണക്കേടില്ല, കാരണം ഞങ്ങൾ ഒന്ന് 2, 3 ഓൾറെഡി കളിച്ചു കഴിഞ്ഞു. ഒന്നും കൂടെ ഉള്ളതല്ലേ കളിക്കാൻ. പക്ഷേ രണ്ടാമത്തെ കളിയില്ലേ, നമ്മൾ രണ്ടാമത്തെ കളി കളിക്കണം അല്ലേ? എങ്ങനെയുണ്ടല്ലേ? ഗ്രാനി 2 ഗ്രാനി രണ്ടാമത്തെ പ്രാവശ്യം തന്നെ കറക്റ്റ്. എന്തൊക്കെയാ പറയണേ എനിക്കെന്നെ മനസ്സിലായില്ല. എനിക്ക് പോലും മനസ്സിലായില്ല. ഇവനൊക്കെ എന്തിങ്ങനെയൊക്കെ പറയണേ? ഇവൻ പറഞ്ഞ് ഇവനെന്നെ മനസ്സിലായില്ല. എനിക്ക് ഇത് ഇവിടെ കൊണ്ടുപോയി വെക്കണ്ടേ ഗൈസ്? ഇതിവിടെ എനിക്ക് ഇതിനകത്ത് വെക്കാൻ പറ്റും. ഇതിനകത്ത് വെക്കണ്ടേ? ഡ്രോപ്പ് ചമ്മിപ്പോയി. കറക്റ്റ് ഉള്ളിൽ തന്നെ. ഇവിടെ ഒന്നും വയ്ക്കാൻ ചേട്ടത് വെക്കണം. ഇത് ഇവിടെ കൊണ്ടുപോയി നമുക്ക് പാലോക്കി തപ്പണം അല്ലേ? ഇവിടെ കണ്ടോ ഗൈസ്? പെറ്റ്ലോക്കി ഇവിടെ ഹാമറും വേണം നമുക്ക്. പെറ്റ്ലോക്കി കാർ എസ്കേപ്പിന് വേണം. ഇനി നമുക്ക് ഡോർ എസ്കേപ്പിന് അവിടെ പോയി നോക്കാം. ഡോർ എസ്കേപ്പിന് പെറ്റ്ലോക്കി ആവശ്യമുണ്ട്. പെറ്റ്ലോക്കി ഇനിയുടെ പെറ്റ്ലോക്കി ഗൈസ്. അമ്മേ എന്തോ പറ്റിയോട്ടെ. ഞാൻ അങ്ങോട്ടാ പോകണ്ടേ ഗൈസ്? ഒരു എഴുത്തും പിടിയില്ല. പോയ സ്ഥലത്തിന് വീണ്ടും വീണ്ടും പോകാനായിരുന്നു നമുക്ക് അറിയുള്ളൂ. അവിടെ എന്ത് കീയാ? ഇത് ഗ്യാസിൽ അവിടെയാണല്ലേ. ഒരു ഹാമർ എന്തായാലും ഇപ്പോൾ വേണം, അല്ലെങ്കിൽ തള്ളച്ചിനെ വിടണം ഇങ്ങോട്ടേക്ക്. തള്ളച്ചിനെ ഇങ്ങോട്ട് വിടാൻ പറ്റുമോ? അവിടെ എന്താണ് അവിടെ ഗൈസ്? അവിടെ എന്തോ തെളിഞ്ഞ് കാണുന്നു. ഹാമർ അല്ലേ ഇത്? കാണാൻ പറ്റുന്നില്ല. അയ്യോ, ഹാമറാണെന്ന് തോന്നുന്നു. ശരി നീങ്ങുമ്പോൾ അപ്പം തന്നെ ഹാമർ അല്ല, തോക്കിൻ്റെ എന്തോ സാധനം. തോക്ക് പീസ്, തോക്കിൻ്റെ പീസ്. നമുക്ക് ഗ്രാനീനെ എങ്ങനെയെങ്കിലും വിളിച്ച് കൊണ്ടുവരണം. നമുക്ക് കവണയും കൊണ്ട് എന്തെങ്കിലും തോക്കും വെച്ച് വെടി വെച്ചാൽ മതി. തോക്കം ചെടിയൊക്കെ നമുക്ക് മറ്റേ ഇതുണ്ട് ഇവിടെ ക്രോസ്. പക്ഷെ എന്തെങ്കിലും സംഭവിക്കാൻ നമുക്കിത് അറിഞ്ഞൂടെ? ഇത് പിടിച്ചെന്തെങ്കിലും. അയ്യോ, ഒന്നും സംഭവിക്കല്ലേ. ഗ്രാനി ഒന്നും ചാവ്. നിങ്ങൾക്ക് ഗ്രാനിയെ തിരിച്ച് വേണം. ഗ്രാനി അമ്മൂമ്മ തിരിച്ച് നിങ്ങൾക്ക് വേണം. അമ്മൂമ്മ ചാവ്. പോന്നു. വെടി വെക്കണം വയ്ക്കാൻ തോന്നുന്നു. പക്ഷെ വെടി വെക്കണം ഉണ്ടൊക്കെ അവിടെയാണ്. അമ്മൂമ്മേ മഴ തീടിച്ചിടിച്ചൊക്കെ കൊന്നു കളഞ്ഞേക്ക് അല്ലേ ചേച്ചി? ഗ്രാനിൻ്റെ മുഖത്തേക്ക് അങ്ങ് സൂപ്പറായിട്ട് നടന്നു. എന്തുവാടി ഇത്? എനിക്കൊന്നും കൂടി ബെഡ് പവർ ചെയ്യണമെന്ന് തോന്നുന്നു. ബെഡ് പവർ, ബെഡ് ട്രിക്ക്. പിന്നെ എന്തൊക്കെയാ പറയാൻ ഇവരെന്നെ അറിഞ്ഞൂടെ? ബെഡ് ട്രിക്ക് ചെയ്യണമെന്ന് തോന്നുന്നു. അതേപോലെ വന്നാൽ വീണ്ടും അടിച്ചു പൊട്ടിക്കും നമ്മൾ. അതൊരു കാര്യമാണ്. എനിക്ക് ഇവിടെ എന്തെങ്കിലും കിട്ടും. അല്ലെങ്കിൽ നമ്മൾ ചത്താലും പോയി നോക്കിയതാണ്. എന്നാലും ഒന്നും കിട്ടൂലെന്നറിയാം. അങ്ങോട്ട് എറിയില്ല. അല്ലെങ്കിൽ നമ്മൾ ചത്താലെയാണ് വീണ്ടും ഗ്രാനി തിരിച്ചു വരുള്ളൂ. എനിക്കറിയാം. പക്ഷെ അപ്പം ബെഡ് ട്രിക്ക് ഒരിക്കലും ശരിയാവില്ല. രണ്ടാമത്തെ ഡെയിലി ബെഡ് ട്രിക്ക് മറ്റേ ഗ്ലിച്ച് വർക്കാവില്ലെന്ന് തോന്നുന്നു. ഞങ്ങൾ ലക്ഷം ചെയ്തപ്പോൾ വെച്ച് വർക്കായില്ല രണ്ടാമത്തെ ഡേ. അയ്യോ, ഒന്ന് സൗണ്ട് കേട്ട് കുലു ഗ്ലിംഗ്ലിംഗ്ലിംഗ്ലിന്ന് പറയുന്നത് മറ്റേ ബെല്ലാണ്. പക്ഷെ അതിനൊപ്പം വേറെ സൗണ്ടും കൂടെ വന്നു. തവളനെ പോലെ ചാടി പോകാം. കാരണം ഒന്നും കിട്ടില്ല. എന്താ ചെയ്യേണ്ടത്? നിർത്തും പിടിയും ഒന്നും കിട്ടുന്നില്ല. അങ്ങോട്ട് പോവാം. ഞാനൊന്നും ഇവിടെ വിളിക്കുന്നത് ഈസിയുണ്ട് ഗൈസ്. അങ്ങനത്തെ ഒരു ഇതുണ്ട്. ഞാൻ വേഗം പോകാൻ അങ്ങോട്ട്. ഗൈസ് ഉണ്ട് വേറെ സൗണ്ടും കൂടെ പിന്നെ അതിൻ്റെ ഒപ്പം. ഇതാണ് റിയൽ സൗണ്ട്. ഇതിൻ്റെ ഒപ്പം ഈ സാധനം കൂടെ വരുന്നുണ്ടല്ലേ. നമ്മൾ നടക്കുമ്പോൾ ഈ സാധനം എവിടെ? അത് അവിടെ തന്നെ കിടക്കണേ. എവിടെയാണ് കിടക്കുന്നു? ചെയ്തിട്ട് മടുത്തു പോയി. ഇതൊക്കെ നമുക്ക് അവിടെ കെട്ടിയതാണ്. നമുക്ക് അങ്ങോട്ട് പോകണ്ട. നമുക്ക് മറ്റേ കാറിൻ്റെ സ്ഥലത്തേക്ക് പോയി രക്ഷപ്പെടാം. ഇതിനെപ്പറ്റി ഞങ്ങൾക്കൊന്നും അറിഞ്ഞു വരും. ഞങ്ങൾ ന്യൂ
പോവാണ്. ഓക്കെ ഇത് പറ്റൂല. അപ്പോൾ നമുക്ക് പാർട്ട് 3 വെച്ച് കണ്ടാലോ? അപ്പോൾ നമ്മൾ ഗ്രാനി അമ്മൂമ്മേനെ മുമ്പിൽ തന്നെ ഇരുന്ന് നമുക്ക് ടാറ്റ ബൈ ബൈ പറയാല്ലേ. പക്ഷെ ഇത് ജയിക്കാൻ എങ്ങനെയായിരിക്കും നമ്മൾ? ഇത് ഞങ്ങൾക്ക് പറഞ്ഞുള്ള കാരണം ക്ഷമിക്കണം ഗൈസ്. ഞങ്ങൾക്ക് ഇതിനെ 1 വന്നിട്ട് 1 പറയണം. 2, 3 ഞങ്ങൾക്ക് മാക്സിമം ചെറിയ തോന്നും. ഞങ്ങൾ ആദ്യമായിട്ട് ഒരു വർഷം കളിച്ചുള്ളൂ. ഓക്കെ, അപ്പം പോട്ടെ. അപ്പോൾ പോവാം. അപ്പോൾ പിന്നെ ഗ്രാനി അപ്പോൾ പാർട്ട് 3 ചിലപ്പോൾ നാളെ ഇടുമായിരിക്കും കേട്ടോ ഞങ്ങൾ. പിന്നെ ഗ്രാനിക്ക് എന്താ നിങ്ങളോട് പറയാനുണ്ടെന്ന് തോന്നുന്നു. മുമ്പിൽ തന്നെ വന്നിരിക്കുന്ന കണ്ടില്ല. ഞാൻ പറയട്ടെ പറഞ്ഞ് തള്ളിക്കൊണ്ടിരിക്കുന്നുണ്ട് നിങ്ങൾ എന്നോട്. ഞാൻ പറയാം എന്ന് പറഞ്ഞ് പറയണ്ട. അപ്പം എന്താണെന്ന് പറയാൻ നോക്കാം. മോനെ നിങ്ങൾ ഒന്ന് ലൈക്ക് സബ്സ്ക്രൈബ് ഒക്കെ ചെയ്യണം കേട്ടോ. അല്ലെങ്കിൽ മോചിപ്പിക്കണം. എനിക്ക് നിങ്ങൾ ലൈക്ക് സബ്സ്ക്രൈബ് ചെയ്താൽ തന്നെ ഞാൻ തിരിച്ചെപ്പോഴും ഇങ്ങനെ ആയിക്കൂല കേട്ടോ. ഞാൻ പറയുന്ന പോലെ ആവണമെങ്കിൽ നിങ്ങൾ ലൈക്കും സബ്സ്ക്രൈബും ചെയ്താ മോനുഷേ. വേഗം ലൈക്ക് സബ്സ്ക്രൈബ് ചെയ്തോ. പിന്നെ കമൻ്റൊക്കെ എന്തെങ്കിലും ഇട്ടോട്ടാ എന്നെ പറ്റി എന്തെങ്കിലും. ഓക്കെ, അപ്പോൾ ഗുഡ് ബൈ. ഓക്കെ അത്രയൊക്കെ മതി. സാർ ഇനി അങ്ങോട്ട് തള്ളിക്കയറ്റണ്ട. അടുത്തോട്ട് വന്നു പെണ്ണുമ്പുള്ള. അയ്യാ പെണ്ണുമ്പുള്ള അടുത്തോട്ട് വന്നു. എന്തെങ്കിലും ആവട്ടെ. ചെടി എടുത്തോണ്ട് ബൈ ബൈ ചെടി എടുക്കാല്ലേ. അതിനെന്തെങ്കിലും പറയാനുണ്ടോ? ചെടി മോളിനെത്താ അല്ല എൻ്റെ വാവനെത്താ. അപ്പം ഗൈസ്, അപ്പോൾ ഗ്രാനി പറഞ്ഞ പോലെ ലൈക്ക് സബ്സ്ക്രൈബ് ഒക്കെ ചെയ്തേക്ക് കണ്ടോ ഗ്രാനി. അപ്പോൾ വേഗം നിങ്ങൾ സബ്സ്ക്രൈബ് ഒക്കെ ചെയ്തു. എല്ലാം റെഡി ആക്കിയിരുന്നു. ഓക്കെ ബൈ ഗൈസ്. അപ്പോൾ ബൈ സീ യു. നമ്മുടെ അങ്ങനത്തെ നാളെ ആയിരിക്കും നമ്മൾ ഇടാൻ പാടെ. ഇത് രാത്രിയാണ് ഇട്ടത്. പാർട്ട് 2 കഴിഞ്ഞു. പിന്നെ പാർട്ട് 3 നാളെ ഇടും. ഓക്കെ ബൈ. ചിലപ്പോൾ ഫൈനൽ പാർട്ടായിരിക്കും ഗൈസ്. ചിലപ്പോൾ ഫൈനൽ പാർട്ടൊക്കെ ഉണ്ടെങ്കിൽ ഇനി 4 ഒക്കെ ഉണ്ടാവുമായിരിക്കും. ചിലപ്പോൾ ഇനി പാർട്ട് 4 വരും. ചിലപ്പോൾ 6 വരെ ആകാൻ സാധ്യതയുണ്ട്. 6 4 3 ഒക്കെ മതി. 3 ആയിരിക്കും. എന്തെങ്കിലും ആയിട്ട് നമുക്ക് നോക്കാം. ഓക്കെ ബൈ ഗൈസ്.